15 വർഷത്തെ തൃണമൂൽ കോൺഗ്രസ് ഭരണം അവസാനിപ്പിച്ച് ആദ്യമായി ജയം രുചിക്കാനൊരുങ്ങുകയാണ് പശ്ചിമ ബംഗാളിൽ ബി.ജെ.പി. പക്ഷേ അതിന് തടസ്സം നിൽക്കുന്നതും തൃണമൂൽ കോൺഗ്രസ് തന്നെ. ഈ വിചിത്രമായ സ്ഥിതിക്ക് കാരണം തോറ്റിട്ടും തോൽക്കാൻ മനസ്സില്ല എന്ന മമതാ ബാനർജിയുടെയും സംഘത്തിന്റെയും കടുംപിടുത്തമാണ്. തോറ്റിട്ടില്ലാത്തതിനാൽ രാജിവെക്കുന്ന പ്രശ്നമില്ല എന്നാണ് ദീദിയുടെ നിലപാട്. അപ്പോൾ മമതയെ പുറത്താക്കി ഗവർണർക്ക് ബി.ജെ.പിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കേണ്ടി വരും. ഭരണഘടനാ പ്രകാരം 2 മുഖ്യമന്ത്രിമാർ ഉണ്ടാകാൻ പാടില്ല. എന്നാൽ ഒരു തവണ ഒരു സംസ്ഥാനത്ത് 2 മുഖ്യമന്ത്രിമാർ ഉണ്ടായിരുന്നു. അങ്ങ് ഉത്തർപ്രദേശിൽ 1998 ആ സംഭവം. അന്നത്തെ UP ഗവർണർ രമേഷ് ഭണ്ഡാരി രാഷ്ട്രീയം കളിച്ചതുകൊണ്ടാണ് സംസ്ഥാനത്ത് 2 മുഖ്യമന്ത്രിമാർ ഉണ്ടായത്. ഉത്തർപ്രദേശിലെ ആദ്യ ബി.ജെ.പി. സർക്കാരിനെ നയിച്ച കല്യാൺ സിംഗ് ആണ് അന്ന് നിയമപരമായി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ബാബറി മസ്ജിദ് പൊളിച്ച സംഭവത്തിന് പിന്നാലെ രാജിവെച്ച കല്യാൺ സിംഗ് വീണ്ടും 1997 മുഖ്യമന്ത്രിയാവുകയായിരുന്നു. ഇത്തവണ ലോക് താന്ത്രിക് കോൺഗ്രസിന്റെ കൂടി പിന്തുണയോടെ ആയിരുന്നു കല്യാൺ സിംഗ് സർക്കാർ അധികാരത്തിലെത്തിയത്. നരേഷ് അഗർവാൾ, രാജീവ് ശുക്ല, ജഗദാംബിക പാൽ തുടങ്ങിയ നേതാക്കളായിരുന്നു ലോക് താന്ത്രിക് കോൺഗ്രസിന്റെ അമരക്കാർ. കല്യാൺ സിംഗ് നയിക്കുന്ന ബി.ജെ.പി. സർക്കാരുമായി പിണങ്ങിയ ലോക് താന്ത്രിക് കോൺഗ്രസ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു. പക്ഷേ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഗവർണർക്ക് കത്ത് നൽകിയിരുന്നോ എന്ന് വ്യക്തമല്ല. കത്ത് നൽകിയാലും നിയമപ്രകാരം മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ അല്ലെങ്കിൽ ഭൂരിപക്ഷം MLA-മാരുടെയും വിശ്വാസമുണ്ടെന്ന് തെളിയിക്കാൻ അവസരം കൊടുക്കണം. അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾ മുഖ്യമന്ത്രിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരണം. ശബ്ദ വോട്ടെടുപ്പിലൂടെയോ വിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം നിയമസഭയിൽ പ്രകടമാകണം. എന്നാൽ മാത്രമേ സർക്കാരിന് പിന്തുണ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ സർക്കാരിൽ MLA-മാർക്ക് വിശ്വാസമുണ്ട് എന്ന് പറയാൻ കഴിയൂ. പക്ഷേ കല്യാൺ സിംഗ് വിശ്വാസ പ്രമേയം കൊണ്ടുവരികയോ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയോ ചെയ്തില്ല. എന്നിട്ടും ഗവർണർ രമേഷ് ഭണ്ഡാരി കല്യാൺ സിംഗ് സർക്കാരിനെ പിരിച്ചുവിട്ടു. പിന്നാലെ ലോക് താന്ത്രിക് കോൺഗ്രസ് നേതാവ് ജഗദാംബിക പാലിനെ മുഖ്യമന്ത്രിയായി അവരോധിച്ചു. വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയ സംഭവമായിരുന്നു അത്. പിരിച്ചുവിട്ടുവെങ്കിലും കല്യാൺ സിംഗ് മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് മാറിയില്ല. ജഗദാംബിക പാൽ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യൻ ജനാധിപത്യത്തിലെ കറുത്ത ഏടായി ആ സംഭവം. ഗവർണറുടെ ഭരണഘടനാ വിരുദ്ധ നടപടിയിലൂടെയാണ് ഉത്തർപ്രദേശിൽ 2 മുഖ്യമന്ത്രിമാർ ഉണ്ടായത്. 2 ദിവസം തികച്ച് മുഖ്യമന്ത്രിയായി ഇരിക്കാൻ ജഗദാംബിക പാലിന് കഴിഞ്ഞില്ല. ഫെബ്രുവരി 21 ജഗദാംബിക പാലിനെ മുഖ്യമന്ത്രിയായി ഗവർണർ രമേഷ് ഭണ്ഡാരി അവരോധിച്ചത്. മണിക്കൂറുകൾക്കുള്ളിൽ ഗവർണർക്കെതിരെ കല്യാൺ സിംഗും ബി.ജെ.പിയും കോടതിയെ സമീപിച്ചു. സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ കോടതി ഉടൻ തന്നെ കേസ് പരിഗണിച്ചു. ഗവർണറുടെ നടപടി ന്യായീകരിക്കാനാകാത്തതാണ് എന്ന് കണ്ടെത്തിയ അലഹാബാദ് കോടതി ജഗദാംബിക പാലിനെ മുഖ്യമന്ത്രിയാക്കിയത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് വിധിച്ചു. അങ്ങനെ ഫെബ്രുവരി 21 മുഖ്യമന്ത്രിയായ ജഗദാംബിക പാലിന് ഫെബ്രുവരി 23 രാജിവെക്കേണ്ടി വന്നു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സമയവും രാജിവെച്ച സമയവും നോക്കിയാൽ 31 മണിക്കൂറായിരുന്നു ജഗദാംബിക പാലിന്റെ മുഖ്യമന്ത്രിയായുള്ള ഭരണം. സ്വാഭാവികമായും കല്യാൺ സിംഗ് തന്നെ യഥാർത്ഥ മുഖ്യമന്ത്രിയായി തുടർന്നു. ജഗദാംബിക പാലിനെ ഒറ്റ ദിവസത്തെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ വൺ ഡേ CM എന്നാണ് പലരും അന്ന് വിശേഷിപ്പിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും ചുരുങ്ങിയ കാലം മുഖ്യമന്ത്രിയായ വ്യക്തി എന്ന റെക്കോർഡ് ജഗദാംബിക പാലിനാണ്. പിന്നീട് കേസിൽ സുപ്രീം കോടതി ഇടപെട്ടു. കല്യാൺ സിംഗിലാണോ ജഗദാംബിക പാലിലാണോ നിയമസഭയുടെ വിശ്വാസമെന്ന് കണ്ടെത്തണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഉത്തർപ്രദേശ് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നടത്താൻ ആവശ്യപ്പെട്ടു. 1-ലധികം പേർ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കുകയും ഭൂരിപക്ഷം വ്യക്തമല്ല എങ്കിൽ ആർക്കാണ് ഭൂരിപക്ഷം എന്ന് കാണാൻ ഗവർണർക്ക് ഒരു പ്രത്യേക സമ്മേളനം വിളിക്കാവുന്നതാണ് എന്നുകൂടി സുപ്രീം കോടതി പറഞ്ഞു. ചില നിയമസഭാംഗങ്ങൾ ഹാജരാകാതിരിക്കുകയോ വോട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അത്തരമൊരു സാഹചര്യത്തിൽ ഹാജരാകുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്നവരുടെ അടിസ്ഥാനത്തിലാണ് ഭൂരിപക്ഷം കണക്കാക്കുന്നത്. അങ്ങനെ ജഗദാംബിക പാൽ vs യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതി ശക്തി തെളിയിക്കാൻ 2 മുഖ്യമന്ത്രിമാരോടും ഉത്തരവിട്ടു. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചുകൂട്ടി. വോട്ടെടുപ്പ് നടന്നു. ജഗദാംബിക പാലിന് 196 വോട്ടുകൾ കിട്ടി. പക്ഷേ 225 വോട്ടുകൾക്ക് കല്യാൺ സിംഗ് വിജയിച്ചു. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം 12 അംഗങ്ങളെ അയോഗ്യരാക്കിയ കേസിൽ സ്പീക്കർ നടപടിയെടുത്തില്ല. ഗവർണറുടെ നിലപാട് നിശിതമായി വിമർശിക്കപ്പെട്ടു. ആ 12 അംഗങ്ങളും കല്യാൺ സിംഗിന് അനുകൂലമായി വോട്ട് ചെയ്തുവെന്ന് കണക്കാക്കി കല്യാൺ സിംഗിനെ മുഖ്യമന്ത്രിയായി വീണ്ടും നിയമിച്ചു.
ഈ രാഷ്ട്രീയ കളിക്ക് പിന്നിൽ സമാജ്വാദി പാർട്ടി നേതാവ് മുലായം സിംഗ് യാദവ് ആയിരുന്നു എന്നായിരുന്നു അന്നത്തെ റിപ്പോർട്ടുകൾ. അന്ന് കേന്ദ്രമന്ത്രിസഭയിൽ പ്രതിരോധ മന്ത്രിയായിരുന്നു മുലായം സിംഗ് യാദവ്. BJP വിരുദ്ധ ശക്തികളെ ഒരുമിപ്പിച്ചതിൽ വലിയ പങ്ക് മുലായം സിംഗിനുണ്ടായിരുന്നു. സാംഭൽ എന്ന മണ്ഡലത്തിൽ അടുത്ത തവണ തന്നെ കല്യാൺ സിംഗ് തോൽപ്പിക്കുമെന്ന് ഭയന്നിരുന്നു മുലായം സിംഗ്. BSP ആയിരുന്നു പ്രധാന എതിരാളിയെങ്കിലും മുലായത്തിനെ തോൽപ്പിക്കാൻ കല്യാൺ സിംഗ് അവരെ പിന്തുണയ്ക്കും. ബൂത്ത് പിടുത്തത്തിലൂടെയും വ്യാപക ആക്രമണത്തിലൂടെയും കല്യാൺ സിംഗ് ഭരിക്കുന്ന ഉത്തർപ്രദേശ് സർക്കാർ തന്നെ തോൽപ്പിക്കുമെന്ന് മുലായത്തിന് ആശങ്കയുണ്ടായിരുന്നു. കല്യാൺ സിംഗിന്റെ അനുയായികൾ സംഭാലിൽ മുലായം ജയിക്കരുത് എന്ന് പോലീസിനോട് പറഞ്ഞെന്ന റിപ്പോർട്ടുകളും ആദ്യകൂട്ടി. കല്യാൺ സിംഗ് ഭരണത്തിലിരിക്കുന്നത് അപകടമാണ് എന്ന് തോന്നിയതിനാലാണ് ജഗദാംബിക പാലിനെ മുന്നിൽ നിർത്തി മുലായം സിംഗ് കളിച്ചത്. ജഗദാംബിക പാലിനെ മുഖ്യമന്ത്രിയായി കല്യാൺ സിംഗ് സർക്കാരിലെ ഘടകകക്ഷികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് മുലായം സിംഗ് ആയിരുന്നു. ഇതിന് ജഗദാംബിക പാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നന്ദി പ്രകാശിപ്പിച്ചു. 2003 മുലായം സിംഗ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി വരുന്നതിനെ ശക്തമായി പിന്തുണച്ചത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ജഗദാംബിക പാൽ തന്നെയായിരുന്നു. തമിഴിൽ മുതൽവൻ എന്ന പേരിലും ഹിന്ദിയിൽ നായക് എന്ന പേരിലും അതിലെ നായക കഥാപാത്രം ഒരു ദിവസത്തേക്ക് മാത്രം മുഖ്യമന്ത്രിയാകുന്നുണ്ട്. സിനിമയിൽ അത് ഒരു വെല്ലുവിളിയുടെ പേരിൽ ഏറ്റെടുക്കുന്ന ദൗത്യമായിരുന്നു. പക്ഷേ ജഗദാംബിക പാലിന്റെ കാര്യത്തിൽ നിഷ്പക്ഷനായി നിൽക്കേണ്ട ഗവർണർ കളിച്ച രാഷ്ട്രീയത്തിന്റെ ബാക്യപത്രമായിരുന്നു അത്. വ്യത്യസ്തമായ ഒരു സന്ദർഭത്തിൽ 2021 നാഷണൽ ഗേൾ ചൈൽഡ് ഡേയിൽ കൗമാരക്കാരിയായ സൃഷ്ടി ഗോസ്വാമി ഉത്തരാഖണ്ഡിൽ ഒരു ദിവസത്തേക്ക് പ്രതീകാത്മക മുഖ്യമന്ത്രിയായി. അതിൽ പക്ഷേ രാഷ്ട്രീയ അധികാര പോരാട്ടമുണ്ടായിരുന്നില്ല. ജഗദാംബിക പാലിന്റെ ചരിത്രവും കൗതുകകരമാണ്. ആദ്യം കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം വിവാദങ്ങളിൽപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം 2014 BJPയിൽ ചേർന്നു. ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. BJP സർക്കാരിനെ താഴെയിറക്കാൻ ശ്രമിച്ച ജഗദാംബിക പാൽ BJPയുടെ തന്നെ ഭാഗമായി എന്നത് രാഷ്ട്രീയ അവസരവാദത്തിന്റെ മറ്റൊരു ഉദാഹരണം മാത്രമാണ്. പശ്ചിമ ബംഗാളിലേക്ക് തിരികെ വന്നാൽ ജനഹിതം അംഗീകരിക്കാത്ത നേതാവായി മമതാ ബാനർജിയെ ചരിത്രം രേഖപ്പെടുത്തും. തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര എടുത്ത പക്വമായ നിലപാട് ഇവിടെ പ്രസക്തമാണ്. ബംഗാളിന് BJP വേണമെങ്കിൽ ബംഗാളിന് BJPയെ കിട്ടും എന്നാണ് അവർ പറഞ്ഞത്. SIR വഴി ലക്ഷക്കണക്കിന് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളുമാണ് തങ്ങളെ തോൽപ്പിച്ചത് എന്ന് മഹുവ മൊയ്ത്ര പറയുന്നുണ്ട്. പക്ഷേ ജനങ്ങളുടെ തീരുമാനം കൺമുന്നിലുള്ളപ്പോൾ അതിനെ അവഗണിക്കരുത് എന്ന തരത്തിലാണ് അവരുടെ പ്രതികരണം. ഡെറിക് ഒബ്രിയാനെ പോലെയുള്ള ബുദ്ധിജീവികൾ മമതാ ബാനർജിയുടെ നിലപാടിനെ ശരിവെക്കുന്നത് പല രാഷ്ട്രീയ വിദഗ്ധരെയും അമ്പരിപ്പിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്യാബിനറ്റുമായി പോലും ചിലർ മമതയുടെ കൂട്ടാളികളെ താരതമ്യം ചെയ്യുന്നുണ്ട്. വെറും ഏറാൻ മൂളികളായി നിൽക്കാതെ നിയമം അനുശാസിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ ഇവർ തയ്യാറാകണമെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. പരാതിയുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് പലരും മമതയെ ഉപദേശിക്കുന്നത്.